Hi children, we are studying structural organization in animals and you have studied different types of tissues in human body that epithelial tissue, connective tissue and now the muscle tissue. You know, muscle tissue is three types. They are skeletal muscle, cardiac muscle and smooth muscle. പിക്ചറിൽ നിന്ന് തന്നെ കാണാം അവരൊക്കെ തമ്മിൽ കുറേശ്ശെ വ്യത്യാസങ്ങളുണ്ട്. എല്ലാത്തിനും കോമൺ ആയിട്ട് ചില പ്രത്യേകതകളുമുണ്ട്. എന്തെല്ലാണ്ട് they are arranged as parallel arrays. ഒരുമിച്ച് ഇങ്ങനെ പാരലൽ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ആൻഡ് they are long one, elongated one. നീളത്തിലാണ് ഇരിക്കുന്നത്. ആൻഡ് nucleus is present. Okay. And now we can see they are located in different regions. The skeletal muscle is attaching to the skeletal system and the cardiac muscle is present in heart, exclusively in the heart, and smooth muscle is located in certain hollow organs like intestine. ഇത് ഓർമ്മയിൽ നിർത്താനും കൂടി ഫിഗർ ഹെൽപ്പ് ചെയ്യും. മസിൽ ടിഷ്യൂ നിങ്ങൾക്ക് പ്രാക്ടിക്കലിനും വരുന്ന ഒന്നാണ്. നമുക്ക് സ്കൂളിൽ ഈ 3 സ്ലൈഡുകളാണുള്ളത്. ഇത് ഓരോന്നും മൈക്രോസ്കോപ്പിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും പരീക്ഷയ്ക്ക് മൈക്രോസ്കോപ്പിൽ വെച്ചിട്ടുണ്ടായിരിക്കും. യു ഹാവ് ടു ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് മസിൽ ടിഷ്യൂ, സ്കെച്ച് ആൻഡ് ലേബൽ. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ നോക്കൂ, ഈ ഒരു ഡയഗ്രാണ് ഏറ്റവും പെർഫെക്റ്റ് ഡയഗ്രാം. അപ്പൊ ഇത് കോപ്പി ഡൗൺ ചെയ്ത് വരച്ച് പഠിച്ചിട്ടുണ്ടാവണം. ഈ 3 ടൈപ്പ് മസിലിനും കോമൺ ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ദേ ആർ ലോങ് സിലിണ്ടറിക്കൽ ഫൈബേഴ്സ് arranged in parallel arrays. Each cell has an outer covering called sarcolemma. ഏതൊരു സെല്ലിനും നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ ഏറ്റവും പുറമേ ഉള്ള ആ സിംഗിൾ ലൈനിനെ എന്ത് പേര് പറയാം? സാർക്കോലെമ്മ. സാർക്കോലെമ്മ എന്ന് വെച്ചാൽ എന്താ? ഒരു സെല്ലിന്റെ ഏറ്റവും പുറമേ ഉള്ള കവറിങ് ഒരു എന്താണ് സെൽ മെംബ്രെയിൻ ഉണ്ടല്ലോ. ഇവിടെ കണ്ട സെൽ മെംബ്രെയിനെ പറയുന്ന പേരാണ് സാർക്കോലെമ്മ. ആൻഡ് ഇൻസൈഡ് ഇറ്റ് ദർ പ്രസന്റ് ഡാർക്ക് സ്പോട്ട്, ദാറ്റ് ഈസ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എല്ലാത്തിലും കാണാം. പക്ഷേ സ്ട്രയേറ്റഡ് മസിൽ, സ്കെലിറ്റൽ മസിലിന്റെ ന്യൂക്ലിയസ് പെരിഫറൽ റീജിയനിൽ ഇരിക്കുമ്പോൾ മറ്റേതെല്ലാം സെന്ററിൽ പ്ലേസ്ഡ് ആണെന്ന് ഒരു വ്യത്യാസമുണ്ട്. ദെൻ അപ്പോൾ ഉള്ളിലുള്ള ന്യൂക്ലിയസിന്റെയും ഈ പുറമേയുള്ള സാർക്കോലെമ്മയുടെയും ഇടയിലുള്ള സ്പേസിൽ ദർ ഫിൽഡ് വിത്ത് സൈറ്റോപ്ലാസം. ഏതൊരു സെല്ലിലും സൈറ്റോപ്ലാസം ഉണ്ട്. ഇവിടെയുള്ള സൈറ്റോപ്ലാസത്തിനെ പറയുന്ന പേരാണ് സാർക്കോപ്ലാസം. ആൻഡ് ഇൻസൈഡ് ദ സാർക്കോപ്ലാസം ദ മസിൽ സെൽ carrying some myofibrils. They are proteins. They are 2 types, actin and myosin. Actin is very thin protein, thin filaments, but myosin is thick filament. അത് thick. ഇനി ഫങ്ഷൻ എന്താണ്? ഈ ആക്ടിനും മയോസിനും അത് ഇതിന്റെ അകത്ത് കാണുന്ന ചില ഫിലമെന്റ്സ് ആണ്, പ്രോട്ടീനുകളാണ്. ആ പ്രോട്ടീനുകൾ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് that actin and myosin contract, provide the contraction and expansion of the cell. ഈ മസിൽ സെൽ ഇപ്പൊ ഇത്രയും നീളയില്ലേ, അത് കൺട്രാക്ട് ചെയ്യുമ്പോൾ അതങ്ങോട്ട് അതിന്റെ ലെങ്ത് കുറയും. അപ്പോൾ ഇടയ്ക്ക് അത് കൺട്രാക്ട് ചെയ്യും, then it expand. An alternate contraction and expansion help for the different types of movements in body. And the 3 type muscles. സ്കെലിറ്റൽ മസിലിന് പറയുന്ന വേറെ പേരാണ് സ്ട്രയേറ്റഡ് മസിൽ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ സ്കെലിറ്റൽ മസിൽ ഇത് മൈക്രോസ്കോപ്പിൽ കാണുന്ന ഒരു ഫിഗറാണ്. നമ്മൾ നേരത്തെ കണ്ട സ്ലൈഡ് മൈക്രോസ്കോപ്പിൽ കാണുമ്പോൾ നമ്മൾ ഇതുപോലെ കാണും. ആൻഡ് നൗ ദ മസിൽ വിച്ച് ഈസ് അറ്റാച്ചിങ് ടു സ്കെലിറ്റൽ സിസ്റ്റം ഈസ് കോൾഡ് സ്കെലിറ്റൽ മസിൽ. ആ സ്കെലിറ്റൽ മസിൽ ബോണിനോട് അറ്റാച്ച്ഡ് ആണ് വിത്ത് എ പെർട്ടിക്കുലർ സ്ട്രക്ചർ കോൾഡ് ടെൻഡൻ. നമ്മൾ ഡെൻസ് റെഗുലർ ടിഷ്യൂ എന്ന് നമ്മൾ ടെൻഡനെ പഠിച്ചു. ആൻഡ് ദ മസിൽ ഈസ് അനദർ ടൈപ്പ് ഓഫ് ടിഷ്യൂ. ആൻഡ് മസിൽ കൺസിസ്റ്റ്സ് ഓഫ് മസിൽ ഫൈബേഴ്സ് ഓർ മസിൽ സെൽസ്. ഇതാണ് മസിൽ സെൽസ് ഓർ മസിൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഒരു മസിലിന്റെ മസിൽ സെല്ലുകൾ ഉണ്ട്, അല്ലെങ്കിൽ മസിൽ സെല്ലിനെ പറയുന്ന പേര് മസിൽ ഫൈബേഴ്സ്. അങ്ങനെയുള്ള മസിൽ ഫൈബേഴ്സ് കുറെ എണ്ണം ഒരുമിച്ചാണ് കാണാം. ഇങ്ങനെയുള്ള മസിൽ ഫൈബേഴ്സ് ബണ്ടിൽസ് ആയിട്ടാണ് കാണാം. ഈ ബണ്ടിൽസിന്റെ പുറമെ അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു
കണക്റ്റീവ് ടിഷ്യൂ ഷീത്ത് കാണും ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഫാസിക്കിൾ. അപ്പോൾ ഇത് ഫാസിക്കിളിൻ്റെ ഉള്ളിൽ കുറേ മസിൽ ബണ്ടിൽസ് കാണാം. ആ ബണ്ടിൽസ് ആണിത്, മസിൽ ഫൈബർ. ഓക്കെ, ഈ മസിൽ ഫൈബറിനെ ഒരെണ്ണത്തിനെ എടുത്താൽ, ദാറ്റ് മസിൽ സെല്ലിനെ എടുത്താൽ, ആ മസിൽ സെല്ലിൻ്റെ അകത്ത് നമുക്ക് ന്യൂക്ലിയസും ഓക്കെ പെരിഫറൽ റീജിയനിലെ ന്യൂക്ലിയസും പിന്നെ ഉള്ളിൽ സൈറ്റോപ്ലാസം ഒക്കെ കാണാം. എന്നാൽ ഈ മയോ ഫൈബ്രിൽസ് ഉണ്ട്, മസിൽ സെൽ, ഇതൊരു മസിൽ സെല്ലാണല്ലോ, മസിൽ സെല്ലിന്റെ അകത്ത് കുറേ മയോ ഫൈബ്രിൽസ് ഉണ്ട് പറഞ്ഞു. മയോ ഫൈബ്രിൽസ് ഒരു പ്രത്യേക രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ആക്റ്റിൻ ഫിലമെന്റ് arranged together as a bundle, myosin filaments arranged together as a bundle. അപ്പോൾ രണ്ടും വേറെ വേറെ ബണ്ടിൽസ് ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുക. റെഡിഷ് ദ മയോസിൻ, ഈ വയലറ്റ് ആക്റ്റിൻ. അപ്പോൾ റെഡ് കളർ ഫിലമെന്റ്സ് ഒരുമിച്ച്, ദെൻ ആക്റ്റിൻ, ദെൻ മയോസിൻ, അങ്ങനെ. നോക്കൂ, ഇവിടെ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാണാം. മയോസിൻ, ദെൻ ആക്റ്റിൻ, അങ്ങനെ അവർ പ്രത്യേകം അറേഞ്ച് ചെയ്തപ്പോൾ ഇറ്റ് ലുക്സ് ലൈക്ക് എ സ്ട്രിപ്പ്ഡ് ഓർ സ്ട്രയേഷൻസ്. അങ്ങനെ ദാറ്റ് മസിൽ ഈസ് കോൾഡ് സ്ട്രയേറ്റഡ് മസിൽ എന്ന് വിളിക്കാൻ കാരണം ഈ സ്ട്രയേഷൻസ് കാരണമാണ്. എന്താണ് സ്ട്രയേഷൻസ് ഉണ്ടാവാൻ കാരണം? ദ പെക്യൂലിയർ അറേഞ്ച്മെന്റ് ഓഫ് ആക്റ്റിൻ ആൻഡ് മയോസിൻ ഫിലമെന്റ്സ് ഇൻ ദ മസിൽ സെൽ. ദെൻ ഇറ്റ്സ് ആക്ഷൻ, ഈ സ്കെലിറ്റൽ മസിലിന്റെ ആക്ഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് വോളണ്ടറി ഇൻ ആക്ഷൻ അക്കോർഡിംഗ് ടു അവർ വിൽ. നമ്മൾ കൈ മടക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് മടക്കാൻ പറ്റും. അപ്പോൾ അത് വോളണ്ടറി ഇൻ ആക്ഷൻ. എക്സാമ്പിൾ ബൈസെപ്സ് ആൻഡ് ട്രൈസെപ്സ്. ബൈസെപ്സ് ആൻഡ് ട്രൈസെപ്സ്. നൗ ദ സ്മൂത്ത് മസിൽ. സ്മൂത്ത് മസിൽസ് എവിടെയൊക്കെയാണ്? ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മൈക്രോസ്കോപ്പിൽ ഇങ്ങനെയാണ് കാണുക. ഇത് വെച്ചിട്ട് വേണം നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ. ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ കാണാം, ഇവിടെ ഒരു കുറേ ഇതുപോലത്തെ ഒരു ഷേപ്പിൽ കുറേ എണ്ണം കിടക്കുന്നത് പോലെ കാണുന്നില്ലേ? അപ്പോൾ നമ്മൾ ഈ തരം മസിൽസ്, സ്മൂത്ത് മസിൽസ്, ഈ സ്മൂത്ത് മസിൽ എവിടെയൊക്കെ കാണുക? ദേ ആർ പ്രസന്റ് ഇൻ ദ സ്റ്റൊമക് ഓർ ഈവൻ ഇൻ ദ ഐറിസ്. നിങ്ങൾ കണ്ണില് സീലിയറി മസിൽസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അവിടെയും കാണും ഈ സ്മൂത്ത് മസിൽ. അപ്പൊ ലെൻസിനെ അതിന് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി അതിന്റെ സൈസ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുന്നതൊക്കെ ഈ ഇൻവോളണ്ടറി ആക്ഷൻ ഓഫ് ദീസ് മസിൽസ് ആണ്, സ്മൂത്ത് മസിലാണ്. ഓക്കെ, അപ്പൊ സ്മൂത്ത് മസിലിന് മറ്റ് മസിലിൽ നിന്നുള്ള വ്യത്യാസം എന്താണ്? സ്മൂത്ത് മസിലിന് വേറെ മസിലുകളിൽ നിന്നുള്ള വ്യത്യാസം, ദേ ആർ സ്പിൻഡിൽ ഷേപ്ഡ്. സ്പിൻഡിൽ ഷേപ്ഡ് ആൻഡ് സെൽസ് ബണ്ടിൽഡ് ടുഗദർ ബൈ എ കണക്റ്റീവ് ടിഷ്യൂ ഷീറ്റ്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഇവിടെ ആക്റ്റിൻ ആൻഡ് മയോസിൻ ഇറ്റ്സ് അറേഞ്ച്മെന്റ് നോട്ട് ഇൻ എൻ ഓർഡർ. ഒരു പ്രത്യേക ഓർഡറിലല്ല, അവർക്ക് തോന്നിയ പോലെ ആണ് അതില് ആക്റ്റിൻ മയോസിനെ അറേഞ്ച് ചെയ്തേക്കണേ. അതുകൊണ്ട് ദർ ഈസ് നോ സ്ട്രിപ്ഡ് അപ്പിയറൻസ്, നോ സ്ട്രയേഷൻസ്. അപ്പൊ വ്യത്യാസം കിട്ടിയല്ലോ. ആൻഡ് ആക്ഷൻ ഈസ് ഇൻവോളണ്ടറി. നമുക്ക് തോന്നുമ്പോൾ നമ്മുടെ ഇതെവിടെയൊക്കെ കൺട്രാക്ഷൻസ് അങ്ങനെയാണ് നടക്കുന്നത്. അപ്പൊ എവിടെയൊക്കെ കാണാം? ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ വാൾ ഓഫ് ബ്ലഡ് വെസൽസ്, സ്റ്റൊമക്, ഇൻറ്റസ്റ്റൈൻ, ആസ് വെൽ ആസ് ഇൻ ദ സീലിയറി മസിൽ, എക്സെട്ര. Now the cardiac muscle. Cardiac muscle exclusively located in the heart. കാർഡിയാക്ക് എന്ന് കേൾക്കുമ്പോഴേ ഹാർട്ടിന് ഓർക്കാം. അതുകൊണ്ട് അതിനെ ഹാർട്ട് മസിൽ എന്നും പറയും. ഇതും സിലിണ്ടറിക്കലാണ്. നമ്മള് സ്കെലിറ്റൽ മസിൽ പറഞ്ഞ പോലെ സിലിണ്ടറിക്കലാണ്. പക്ഷേ സ്കെലിറ്റൽ മസിലിൽ നിന്നുള്ള വ്യത്യാസം എന്താ? ഇറ്റ് ഈസ് ബ്രാഞ്ച്ഡ്. കണ്ടില്ലേ, ഇതിങ്ങനെ ബ്രാഞ്ച് ചെയ്തിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ബ്രാഞ്ച് ചെയ്തേക്കണ കാണാം. മറ്റേനൊരു ബ്ലണ്ട് എൻഡ് ആയിട്ട് അറ്റം വരെ അത് ഒരേപോലെ ഇരിക്കും. എന്നാൽ ദ കാർഡിയാക് മസിൽ ഈസ് ബ്രാഞ്ച്ഡ്. അപ്പോൾ ഓരോ മസിൽ സെല്ലും അടുത്ത മസിൽ സെല്ലുമായി കൂടിച്ചേരുന്ന ഭാഗം, ദാറ്റ് ദ muscle cells are stick together and forming many fusion points between them. അതിന്റെ ഇടയിൽ ചില ഫ്യൂഷൻ പോയിന്റുകൾ ഉണ്ടാവുന്നുണ്ട്. ആ ഫ്യൂഷൻ പോയിന്റിൽ ഒരു സിഗ്സാഗ് അപ്പിയറൻസ് പോലെയാണ് മെംബ്രെയിൻസ് കൂടിച്ചേരുന്നത്. അതിന് പറയുന്ന പേര് ഇന്റർകലേറ്റഡ് ഡിസ്ക് എന്നാണ്. ദാറ്റ് പോർഷൻ, ദ ഫ്യൂസ്ഡ് എൻഡ്സ് പോയിന്റ്സ് is known as intercalated disc. And this disc allow the cells to contract as a unit.
ഒരു സെല്ലിന് ഇപ്പൊ സപ്പോസ് one cell receive a stimulus to contract, its neighbors are stimulated to contract through the intercalated disc. അങ്ങനെ അടുത്തടുത്ത് ഇന്റർകലേറ്റഡ് ഡിസ്കുകൾ വഴി ഒരു സെല്ലിന് ഒരു ഇമ്പൾസ് കിട്ടി കൺട്രാക്ഷൻ എങ്കിൽ അത് അടുത്തുള്ള സെല്ലുകളിലേക്കും വളരെ സ്പീഡിൽ ആ മെസ്സേജ് പാസ് ചെയ്യാനും കൺട്രാക്ഷൻ when one muscle contract the other muscle also get the stimulus to contract. അപ്പോൾ ആ കൺട്രാക്ഷൻ ഒരുമിച്ച് നടക്കും. അപ്പോൾ ഈ നെറ്റ്വർക്ക് പോലെയുള്ള ഈ അപ്പിയറൻസ് ആൻഡ് ദ ഇന്റർകലേറ്റഡ് ഡിസ്ക് help the cardiac muscle to contract as a single unit. അതുകൊണ്ടാണ് ഹാർട്ട് മസിൽ ഒരുമിച്ച് കൺട്രാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഗുണം അതാണ്. Then here the actin and myosin filaments, ഇവിടെ ചെറിയതായിട്ടൊരു സ്ട്രയേഷൻ തോന്നണില്ലേ? അപ്പോൾ they are weak striations are present. Somewhat arrangement is present. അതുകൊണ്ട് weak striations present. But involuntary inaction. കുറച്ചൊക്കെ അത് സ്കെലിറ്റൽ മസിലിന്റെയും കാണിക്കുന്നുണ്ട്, കുറച്ചൊക്കെ അത് ഇൻവോളണ്ടറി ആണ്, പക്ഷെ സ്മൂത്ത് മസിൽ പോലെ. Then the neural tissue. ഇനി ഒരു ടിഷ്യൂ കൂടി ഉണ്ട് നമുക്ക് പഠിക്കാൻ അല്ലേ? ദാറ്റ് ഈസ് ദ ന്യൂറൽ ടിഷ്യൂ. ന്യൂറൽ ടിഷ്യൂല് രണ്ട് ടൈപ്പ് സെൽസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ദാറ്റ് ദ ന്യൂറോൺ ആൻഡ് ദ ഗ്ലിയ സെൽ. ഇവിടെയും കാണാം, അത് ന്യൂറോൺ അതിന്റെ ഒരു ഭാഗത്തെ കവർ ചെയ്തിട്ട് വേറൊരു certain cells that are called glia cells. Neurons and neuroglia. They are excitable cells. Excitability ആണ് ഇതിന്റെ ഒരു പ്രത്യേകത. എന്തെങ്കിലും ഒരു കാര്യം കേട്ടിട്ട് പെട്ടെന്ന് എക്സൈറ്റഡ് ആവുക അല്ലെ, എങ്കിലാണ് എന്തുണ്ടാവുക, ഒരു വിവരം കയ്യിൽ കിട്ടിയെന്ന് നമ്മൾക്ക് അറിയാം. വിവരം കയ്യിൽ കിട്ടിയ ഉടനെ അത് അടുത്ത ആൾക്ക് കൊണ്ടുകൊടുക്കും. അതാണ് ഈ ന്യൂറോണിന്റെ പ്രത്യേകത. They get excited and they can transmit the message. അത്തരത്തിലുള്ള ഒരു പ്രത്യേകത ആ സെല്ലുകളിൽ മോഡിഫിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അതിന്റെ എന്തൊക്കെയാ പ്രത്യേകതകൾ? ഈച്ച് സെൽ ഹാസ് എ ഫ്ലാറ്റൻഡ് ഏരിയ കോൾഡ് ആസ് സെൽ ബോഡി ഓർ സോമ. ഇതാണ് അതിന്റെ സെൽ ബോഡി ഓർ സോമ. ദെൻ ഇറ്റ് ഈസ് കവേർഡ് ബൈ എ മെമ്പറൈൻ. ഏറ്റവും പുറമെ കണ്ട മെമ്പറൈന്റെ പേര് നേരത്തെ നമ്മൾ സർക്കോലെമ്മ പറഞ്ഞ പോലെ ഇവിടെ പറയും ന്യൂറിലെമ്മ. ആൻഡ് സെൽ ബോഡിയുടെ അകത്ത് there present the nucleus. Cell body has the nucleus. And cell body bears Nisil granules. ഇതിന്റെ ഉള്ളിൽ ചില ഡാർക്ക് സ്പോട്ട്സ് കാണുന്നില്ലേ? That are the Nisil granules. Condensed endoplasmic reticulum ആണത്. Then each cell has many short processes. കണ്ടോ, കുറേ ഷോർട്ട് പ്രോസസ്സസ് കാണും. And they are the dendrons and a long process called the axon. And the axon is at the tip of the axon, it is branched in the form of terminal buttons or axonites. And some neurons, the axon is covered by glia cells. അത് cover ചെയ്തിട്ടുണ്ട് by glia cells. Then the glia cell has myelin which acts as an insulator. ഇത് ഗ്ലിയ സെല്ലാണ്. ഈ ഗ്ലിയ സെല്ലിന്റെ ഉള്ളില് എന്ത് കാണും? മൈലിൻ എന്ന ഒരു പാർട്ട് കാണും. അത് ഒരു ഇൻസുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. Then impulses move through nodes of Ranvier. അപ്പോ നമുക്ക് nodes of Ranvier, this one. What is nodes of Ranvier? That is the area which is not covered with the glia cell. Area of axon not covered with the glia cell. That is nodes of Ranvier. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ nodes of Ranvier കാണുന്നുണ്ട്. Impulses move from the cell body through the axon, the long process, to the axonites. While it moves through the axon, the impulse transmit from one node of Ranvier to next node. That is from one node to next node. It make disturbances alternatively in the nodes. Then very speedy transmission occur through this type of nerves, neurons, where the axon is covered with the myelin sheath. Myelin sheath covering ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? nodes of Ranvier ഉണ്ടാവും. അപ്പോൾ impulses jump from one node to other എന്ന് പറയും. ഓരോന്നിനും ഇങ്ങനെ ചാടി ചാടി പോണ പോലെ പോവുക. അതായത് വളരെ സ്പീഡി ആയിട്ട് ട്രാൻസ്മിഷൻ നടക്കും എന്നർത്ഥം.
അപ്പം ഇത്തരത്തിലുള്ള ന്യൂറോണിനെ മൈലിൻ ഷീത്ത് കൊണ്ട് ആക്സോൺ കവർ ചെയ്തിട്ടുള്ള ന്യൂറോണിനെ എന്ത് പേര് പറയും? മൈലിനേറ്റഡ് ന്യൂറോൺസ്. മൈലിനേറ്റഡ് ന്യൂറോണിൽ ഇമ്പൾസസ് ആർ ട്രാൻസ്മിറ്റഡ് ഇൻ വെരി സ്പീഡ്. അപ്പം ഇതാണ് ന്യൂറോൺ. ഇനി ന്യൂറോണിൽ നമ്മൾ പറഞ്ഞു അതിനെ സപ്പോർട്ടീവ് ആയിട്ട് ചില മൈലിൻ ഷീത്ത് കവറിങ് ഉള്ള സെൽസ് ഉണ്ട് പറഞ്ഞു. അതിന്റെ പേരാണ് ഗ്ലിയ സെൽ, ന്യൂറോഗ്ലിയ എന്ന് പറഞ്ഞത്. That are the supportive cells present in between neurons and it provide protection. That is the neural tissue. ന്യൂറോൺ പടം വരയ്ക്കാനും വരാറുണ്ട്. നമ്മളിപ്പോ എന്താ പഠിച്ചത്? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് പഠിച്ചു. പലതരം സെല്ലുകൾ ഉണ്ട് ഓരോ ടിഷ്യൂലൊന്നും പഠിച്ചു അല്ലേ? ഇങ്ങനെ കുറെ ടൈപ്പ് ടിഷ്യൂ, 4 ടൈപ്പ് ടിഷ്യൂ പ്രത്യേക പ്രൊപ്പോർഷനിലൊക്കെ കൂടി ചേരുമ്പോൾ ഇറ്റ് ഫോംസ് എ പർട്ടിക്കുലർ ഫങ്ഷൻ ആൻഡ് ദാറ്റ് ഈസ് എൻ ഓർഗൻ. അപ്പോൾ ഒരു ഓർഗനിലെ എല്ലാ ടൈപ്പ് ടിഷ്യൂസും കാണാനായിട്ട് സാധിക്കും. ആൻഡ് ദ ഓർഗൻസ് ഗ്രൂപ്പ്ഡ് ടുഗദർ പെർഫോമിംഗ് ഫങ്ഷൻ by some methods, physical, chemical interactions, then it is called organ system. അങ്ങനെ ഓർഗാനിസം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു ഹ്യൂമൻ ബീയിങ്ങില് എല്ലാ ടൈപ്പ് ടിഷ്യൂസും ഉണ്ട്. ആ എല്ലാ ടിഷ്യൂസും ഡിഫറെന്റ് പർട്ടിക്കുലർ റീജിയൻസിലുണ്ട്. അപ്പോൾ നമ്മൾ ഒരു എവല്യൂഷണറി ട്രെൻഡ് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ഒരു ഓർഗൻ എന്ന് പറയുന്നത് നോട്ട് സഡൻലി ഒക്കർ ഡ്യൂറിങ് എവല്യൂഷൻ. അത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. കോംപ്ലക്സിറ്റി ഇൻ ഓർഗൻ ആൻഡ് ഓർഗൻ സിസ്റ്റം ഡിസ്പ്ലേസ് എൻ എവല്യൂഷണറി ട്രെൻഡ്. Each organ system presented with its diverse form and function in different metazoan. The comparison of various organ systems can be studied in some typical examples of animals. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടെ ഇതിന്റെ കമ്പാരേറ്റീവ് സ്റ്റഡീസും നടത്താം. നമുക്ക് ഒരു ട്രെൻഡ് ഇൻ ആനിമൽ എവല്യൂഷൻ നോക്കുകയാണെങ്കിൽ കോംപ്ലക്സിറ്റി ഇങ്ങനെ കൂടി വരുന്നതായിട്ട് കാണാം. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ആനിമൽ കിങ്ഡത്തിൽ നമ്മൾ സെൽസ് കണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുറെ ടിഷ്യൂസ് ഉണ്ടായത് കാണാം, ഓർഗൻ ഉണ്ടായത് കാണാം, ഓർഗൻ സിസ്റ്റം ഉണ്ടായതും കാണാം അല്ലെ? അത് നമ്മൾ ആ എവല്യൂഷണറി ട്രെൻഡാണ് നമ്മളവിടെ കണ്ടത് ഓർഗനൈസേഷനിൽ. അതുപോലെ സിമെട്രി നോക്കുകയാണെങ്കിൽ നമുക്ക് ബൈലാറ്ററൽ സിമെട്രിയാണ്. പക്ഷേ ജീവികളുടെ തുടക്കത്തിലൊക്കെ ഉള്ള ജീവികളിൽ സിമെട്രിയെ ഉണ്ടായില്ല, പിന്നെ റേഡിയലായി, ബൈലാറ്ററലായി. അതുപോലെ സിഫലൈസേഷൻ, ഹെഡ് എന്ന് പറയുന്നത് വിത്ത് സെൻസ് ഓർഗൻസ് എന്നുള്ളത് നമ്മൾ ഓർക്കണുണ്ടല്ലോ. പ്ലാറ്റിയൻ മിന്തസിലാണ് സെഫലൈസേഷൻ ആദ്യമായിട്ട് കാണാൻ തുടങ്ങിയത് തന്നെ. ദെൻ ബോഡി ക്യാവിറ്റി, സീലോം എന്നുള്ളത് നമുക്ക് നല്ല ഒരു ട്രൂ സീലോമേറ്റ് ആണ്. പക്ഷേ ഏറ്റവും ആദ്യത്തെ ജീവികൾ എസീലോമേറ്റ് ആയിരുന്നു, പിന്നെ സ്യൂഡോ സീലോമേറ്റ് ആയി, പിന്നെയാണ് സീലോമേറ്റ് ആയത്. അപ്പോൾ ഓരോ സിമ്പിൾ ടു കോംപ്ലക്സ് ആ ഓർഗനൈസേഷൻ ആനിമൽ എവല്യൂഷനിൽ എല്ലായിടത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊന്നുകൂടി ഉറപ്പിച്ചു നമ്മളിപ്പോ ഈ ഡിഫറെന്റ് സെൽസ്, ടിഷ്യൂസ്, ഓർഗൻസ് എല്ലാം നമ്മൾ പഠിച്ചപ്പോൾ. ഇനി അതൊന്നുകൂടി നമുക്ക് നോക്കാം. when we compare the morphology and anatomy of different organisms, compare ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ. അപ്പൊ ഇവിടെ മോർഫോളജി, what is morphology? It is the study of external features of organism. Anatomy, it is the study of internal features of organism. അങ്ങനെ എല്ലാം പഠിച്ചു കഴിയുമ്പോൾ ഹ്യൂമൻ ഫിസിയോളജി ഫുള്ള് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ നന്നായി മനസ്സിലാവും നിങ്ങളുടെ മുൻപത്തെ കുട്ടികൾ എന്താണ് ചെയ്തത് എന്ന്.